ക്രിസ്മസിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവ് കാത്ത്. ഫാദറെ, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഫാദറെ, ലോകമെമ്പാടും ഇരുന്ന് നമ്മുടെ 24 പ്രേക്ഷകർ ഫാദറെ ഇപ്പം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഫാദർ അവരോടൊക്കെ ഈ ക്രിസ്മസിന് എന്താ നല്ല കാര്യങ്ങൾ പറയുക? നല്ല കാര്യങ്ങളല്ലേ പറയണ്ടേ ക്രിസ്മസിന്? അതെ, ദൈവം മനുഷ്യൻ കാലാകാലങ്ങളിൽ മുകളിലേക്ക് നോക്കി ദൈവമേന്ന് വിളിച്ചു. പക്ഷെ ആദ്യമായിട്ട് മറിയമെന്ന സ്ത്രീ കുനിഞ്ഞു നോക്കിയിട്ട് ദൈവമേന്ന് വിളിച്ചു. മടി കിടക്കുന്ന ദൈവത്തിനെ കണ്ടിട്ട് താഴോട്ട് നോക്കി ദൈവത്തെ കണ്ടു. ക്രിസ്മസ് വിളിക്കുന്നത് ചേരികളിൽ, കോളനികളിൽ, കീറത്തുണികളിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചെറിയവരിൽ ദൈവത്തെ കാണാനുള്ള വിളിയാണ് ക്രിസ്മസ്. കാരണം ആദ്യം കണ്ടത് പിള്ളക്കച്ചയെ പൊതിഞ്ഞ ഒരു ശിശുവിനെയാണ്. ദരിദ്രരിലും നിസ്സാരപ്പെട്ടവരിലും ദൈവത്തെ കാണാനുള്ള വിളിയാണ് 2024 ക്രിസ്മസ്. അവിടെയാണ് ക്രിസ്മസ് അർത്ഥപൂർണമായിട്ട് മാറുക. ഫാദർ പള്ളിയിലെങ്ങും പോയില്ലേ? നമ്മുടെ കുർബാന കഴിഞ്ഞു കേട്ടോ. നമുക്ക് 11 മണി ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. 9 തുടങ്ങി, 11 തീർന്നു. ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പിരിഞ്ഞു കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഈ സംഭാഷണത്തിലായിരിക്കുന്നത്. ഫാദറെ, സാധാരണ പാതിര കുർബാന എന്നല്ലേ പറയാറ്? ഇനിയിപ്പോ എന്താ ഫാദറെ പരിപാടി? ഇന്നിപ്പം കിടക്കാൻ പോവും. പോയിട്ട് നാളെ രാവിലെ വീണ്ടും 6 മണിക്ക് കുർബാനയുണ്ട്, അതർപ്പിക്കണം. നേരത്തെയൊക്കെ പാതിരാത്രി 12 മണിക്കായിരുന്നു ക്രിസ്മസ്. ഇപ്പോൾ ഈ കുർവാ സംഘവും മറ്റു പല സംഘവും ഒക്കെ ഉള്ളത് കൊണ്ട് അല്പം കൂടെ നേരത്തെ കിടക്കാവുന്ന രീതിയിൽ പലയിടത്തും 9 മണിക്കൊക്കെ കുർബാനയാക്കി. അതുകൊണ്ടാണ്. ഫാദറെ, കുർവാ സംഘത്തെ ഫാദറിന് പേടിയുണ്ടോ? ഒരു 10-15 എണ്ണം പുറത്തുണ്ടെന്നാണ് കേട്ടത്. ഒരുത്തനെ മാത്രമേ അകത്തിട്ടുള്ളൂ. അതെ, നമുക്ക് അതിപ്പോൾ ഈ ആനയെ ഇളകുന്നിടം വരെ നമുക്ക് ഈ വരുമ്പോഴല്ലേ പേടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തമ്മിൽ വന്നാൽ പേടി തോന്നിയേക്കാം. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല, പറഞ്ഞു കേൾക്കുന്നതല്ലേ ഉള്ളൂ, നേരിട്ട് അറിവില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച സുൽത്താൻ ബത്തേരിയിലായിരുന്നു ധ്യാനം. ഒന്നാമത്തെ രാത്രി 10:30 ആയപ്പം കാട്ടുകൊമ്പം വന്ന് വാഴ, തെങ്ങ് എല്ലാം ഇടിച്ച് തകർത്തു പോയി. അപ്പോൾ എന്നാലൊരു പേടി എല്ലാവർക്കും. പിന്നെ ആനയെ കാണാത്തപ്പം പേടിയില്ല, അതുപോലെ കള്ളന്മാരെയും കാണാത്തപ്പം പേടിയില്ല, പറഞ്ഞു കേട്ടുള്ള ഭയമേ ഉള്ളൂ. ഫാദർ എപ്പോഴും പറയുന്ന പോലെ ഫാദർ തനിച്ചായതുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഫാദറിന്. സത്യമായിട്ടോ, മറ്റ് ശല്യങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിക്കുക, അറിയാവുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ഒറ്റ ഉറക്കം ഉറങ്ങാം. വേറെ ശല്യപ്പെടുത്തുന്ന ഘടകങ്ങളൊന്നുമില്ല. ഈ അടുത്തിടെയായിട്ട് പ്രാർത്ഥന ഫാദറിന് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് ക്രിസ്മസ് കാലത്ത് അല്പം കൂടുതലുണ്ട്. കാരണം ആൾക്കാരെ അങ്ങനെ ഗൈഡ് ചെയ്യണം. പിന്നെ നമുക്കും ഉപവാസമൊക്കെയാണ്. ഇപ്പം മത്സ്യം, മാംസം, മുട്ടയൊന്നും ഇല്ലാത്ത ഒരു 25 ദിവസം ആകുമ്പം അല്പം കൂടി പ്രാർത്ഥനയിലേക്ക്. ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഭക്ഷണം വെടിയുന്നതിൽ നമ്മൾ പറയും വർജിക്കുന്നത്. വർജിക്കുക മാത്രമല്ല, ആർജിക്കുകയും വേണം. മത്സ്യമാംസാദി വർജിക്കുന്നൊപ്പം തന്നെ ബൈബിള്, പ്രാർത്ഥന, ത്യാഗം അതും കൂടി ആർജിക്കുകയും വേണം. വർജിക്കലും ആർജിക്കലും കൂടി കൂടുമ്പോഴാണ് ഒരു ധ്യാനാത്മക നോമ്പുകാലമായിട്ട് മാറുക. എന്തായാലും ഫാദറിന് ഒരു നല്ല രാത്രി നേരുന്നു. നന്നായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ ആശംസിക്കുന്നു. ഫാദർ, നമ്മുടെ പ്രേക്ഷകർ കൂടി നല്ലൊരു രാവ് ആശംസിച്ച് വിടവാങ്ങിയാൽ നമ്മൾ കൃതാർത്ഥരായി. നമ്മുടെ ചാനലിൻ്റെ ന്യൂസ് 24-ൻ്റെ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ക്രിസ്മസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ ആ ക്രിസ്മസ് അർത്ഥപൂർണമായിട്ട് മാറും. ഓക്കെ ഫാദറെ, സ്വപ്നം കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടി ഓർക്കുക, അതേ നമുക്ക് പറയാനുള്ളൂ. മെറി ക്രിസ്മസ്. താങ്ക് യു കേട്ടോ ഫാദർ. ഓക്കെ, താങ്ക് യു ഫാദർ. ഫാദറിൻ്റെ സ്വപ്നത്തിൽ നമ്മളുണ്ടാവും. താങ്ക് യു ഫാദറെ.
കാപ്പിപ്പൊടി അച്ഛനാണ് എനിക്ക് ഏറ്റവും വലിയ ഉപദേശം തന്നത്. ഈ വിമർശകരെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. തീർത്തൊരു ഡയലോഗ് അതെന്ന് പറഞ്ഞ കൃഷ്ണ. അത് നമ്മൾ സാറിനോട് പറഞ്ഞു തന്ന് മണിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നായ കുരച്ചു കഴിഞ്ഞാൽ ഞാനും മുണ്ട് പൊക്കി ആ നായയോട് തിരിച്ചു കുരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. അപ്പൊ അതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമേ നേരെ ഇല്ല. പൊയ്ക്കോളാൻ പറഞ്ഞു. കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞത് ഞാൻ മനസ്സാവരിച്ചു. പിന്നെ നമ്മൾ ഇപ്പം പട്ടികളിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അതിന്റെ പേരിൽ മുണ്ടും മടക്കി കുത്തി അതിനോട് വഴക്കുണ്ടാക്കാൻ പോണ്ട കാര്യമില്ല. കാപ്പിപ്പൊടി അച്ഛൻ പറയും നമ്മുടെ ഫോക്കസ് പോകുന്നു. ഫോക്കസ് പോകും.